പ്രീമിയർ ലീഗിലെ ഏറ്റവും വലിയ രണ്ട് ടീമുകൾ ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഇവർ രണ്ടുപേരും കൂടെ ആൻഫീൽഡിൽ കൊമ്പ് കോർക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും പ്രിവ്യൂയിലേക്ക് സ്വാഗതം. ശരിക്കും 3 മത്സരങ്ങൾ തോറ്റ് നിൽക്കുന്ന ലിവർപൂളിനെ കാണുമ്പോഴത്തേനും, അടുപ്പിച്ച് 3 മത്സരങ്ങൾ തോറ്റ് നിൽക്കുന്ന ലിവർപൂളിനെ കാണുമ്പോഴത്തേനും നമ്മൾ യുണൈറ്റഡ് ഫാൻസിന് ചിലപ്പോൾ ഒന്ന് ചിരിക്കാനും കളിയാക്കാനും ഒക്കെ തോന്നും. നമുക്കിത് പറ്റിയ അവസരമാണ് ഇവരെ തോൽപ്പിക്കാൻ എന്നുള്ള ആത്മവിശ്വാസം പലർക്കും കാണും. പക്ഷേ നമ്മുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ള ഒരു ബോധ്യം കൂടെ നമുക്ക് വേണം. കോൺഫിഡൻസും കാര്യങ്ങളും പോസിറ്റിവിറ്റി വാരിയേറിയൽ പരിപാടി ഇതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ള ഒരു ധാരണ നമുക്ക് വേണം. യുണൈറ്റഡ് എന്ന് പറയുന്ന ടീം ഇതേ ഒരു അവസ്ഥയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞത്. ഇതേ അവസ്ഥയിൽ നിന്ന മാഞ്ചസ്റ്റർ സിറ്റിയാണ് നമ്മൾ എത്തിഹാദിൽ പോയിട്ട് നേരിട്ടത്. അപ്പോഴും ചുറ്റും പോസിറ്റിവിറ്റി ആയിരുന്നു. സണ്ടർലാൻഡിനെതിരെ കളിച്ച കളി കണ്ടിട്ട് പോസിറ്റിവിറ്റി വാരി വിതറി ആൻഫീൽഡിൽ പോയി നമ്മൾ ലിവർപൂളിനെ തൂക്കും എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. ഈസിലി തൂക്കും എന്ന് വിചാരിക്കുന്ന മണ്ടത്തരമാണ്. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് ലിവർപൂളിനെ അവിടെ ചെന്ന് നമ്മൾ നശിപ്പിക്കണം, ലിവർപൂളിനെ തോൽപ്പിക്കണം, ഡോമിനേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ആ ഒരു യാഥാർത്ഥ്യ ബോധം എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവർക്കും വേണമല്ലോ. ഞാൻ പറഞ്ഞ പോലെ എത്തിഹാദിൽ പോയിട്ട് ഇതേപോലെ 2-3 മത്സരങ്ങൾ തോറ്റു നിന്ന മാഞ്ചസ്റ്റർ സിറ്റിയെ ഫോമാക്കിയ ടീമാണ് നമ്മുടെ. അതുകൊണ്ട് നമ്മൾ എന്തവിടെ പോയി കാണിക്കും എന്നുള്ള കാര്യത്തിൽ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലിവർപൂൾ ടീമിനെ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ സീസണിൽ ലിവർപൂൾ ആ ഒരു ആർനെ സ്ലോട്ട് വന്ന സമയത്ത് കളിച്ച ആ ഒരു ടീമിനെ നോക്കിയാൽ അത് ഓൾമോസ്റ്റ് ക്ലോപ്പിൻ്റെ ടീമാണ്. ആ ക്ലോപ്പിൻ്റെ ടീം ശരിക്കും കളിച്ചുകൊണ്ടിരുന്ന ഫുട്ബോൾ ശ്രദ്ധിച്ചാലും, അവരുടെ ടൈറ്റിൽ വിന്നിങ് സീസണിൽ ലിവർപൂൾ കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫുട്ബോൾ ശ്രദ്ധിച്ചാലും അത് കൂടുതലും നമുക്ക് പെട്ടെന്നൊരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ആർനെ സ്ലോട്ടിൻ്റെ ഫുട്ബോളാണ് കളിക്കുന്നത്, അങ്ങനത്തെ ഒരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അന്നേരപ്പോഴും ആ ഒരു ക്ലോപ്പിൻ്റെ വർഷങ്ങളായിട്ട് ക്ലോപ്പ് ട്രെയിൻ ചെയ്ത് വന്നിരുന്ന ആ ഒരു ടീം ശരിക്കും ക്ലോപ്പിൻ്റെ ഫുട്ബോൾ കളിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ സീസൺ വന്നപ്പോഴത്തേക്കും ശരിക്കും ലിവർപൂളിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആർനെ സ്ലോട്ടിൻ്റെതായിട്ടുള്ള കളിക്കാരെ കൊണ്ടുവരാനുള്ള അവസരം കിട്ടുന്നു. അപ്പം അങ്ങനെ പുള്ളി കൊണ്ടുവരുന്ന കളിക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഫ്ലോറിയാൻ വെഡ്സ്, എക്കിറ്റിക്കെ, അലക്സാണ്ടർ ഇസാക്ക്, അതുപോലെ തന്നെ ഫ്രെങ്പോങ്, മിലോസ് കർക്കസ്, ഇങ്ങനത്തെ പ്ലെയേഴ്സിനാണ് പുള്ളി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലെയേഴ്സിനെയൊക്കെ ശ്രദ്ധിച്ച് ഇവരൊക്കെ ഭയങ്കര ഗിഫ്റ്റഡ്, ഭയങ്കര ടെക്നിക്കലി ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. പക്ഷേ ഓഫ് ദ ബോളുള്ള ആ ഒരു അഗ്രഷൻ, ആ ഒരു ഫിസിക്കാലിറ്റി, ആ ഒരു അഗ്രഷനും ഫിസിക്കാലിറ്റിയും ശരിക്കും ലാക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ പ്ലെയേഴ്സ്. അപ്പം ഓൾറെഡി ഉള്ള ക്ലോപ്പിൻ്റെ ആ ഒരു ടീമും ഇങ്ങനത്തെ ഹൈലി ടെക്നിക്കലായിട്ടുള്ള ഈ പ്ലെയേഴ്സും കൂടെ വന്നു കഴിഞ്ഞപ്പം ഇവരെല്ലാവരും കൂടെ ബ്ലെൻഡ് ആയിട്ട് അവരൊരു ടീമാകാൻ കുറച്ച് ബുദ്ധിമുട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓൺ ദ ബോൾ ലിവർപൂളിനെ ശ്രദ്ധിച്ചാൽ, അവരുടെ ആ ഒരു ഇനീഷ്യൽ ഫേസിൽ ആ ഒരു ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഗോൾ കീപ്പർ ഇപ്പം അലിസണിന് പകരം മമർ ദാഷ്വിലി ആണല്ലോ. മമർ ദാഷ്വിലി അവരുടെ ഡിഫൻസ് ഇപ്പം ഇതിനെയൊക്കെ നല്ല രീതിയിൽ പ്രസ് ചെയ്താൽ, നല്ല രീതിയിൽ അഗ്രസീവായിട്ട് പ്രസ് ചെയ്താൽ അവർ മിസ്റ്റേക്സ് വരുത്തും, അവർ ബോൾ ലൂസ് ചെയ്യും. ആ രീതിയിലുള്ള അറ്റാക്സ് ശരിക്കും ലിവർപൂൾ ആ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഓപ്പോസിഷൻ ലിവർപൂളിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയാൽ ഈ ഡിഫൻസിൽ നിന്ന് ഫ്രണ്ടിലോട്ട് അറ്റാക്കിലോട്ട് ബോൾ എത്തിക്കാൻ അവരുടെ മിഡ്ഫീൽഡ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മിഡ്ഫീൽഡ് ബോൾ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാൻ അവരും സ്ട്രഗിൾ ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ശരിക്കും ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡ് ഗ്രാവൻബർച്ച്, മാക്കലിസ്റ്റർ, സോബോസ്ലോയ്, ഈ മിഡ്ഫീൽഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിലെ പല ടീമുകളെയും ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന മിഡ്ഫീൽഡാണ്. പക്ഷേ ഈ സീസണിൽ ശരിക്കും ഈ മിഡ്ഫീൽഡിന് ഒത്തിരി മത്സരങ്ങൾ ഒരുമിച്ച് കളിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾ നോക്കിയാൽ സോബോസ്ലോയെ ഇടയ്ക്ക് പിടിച്ചിട്ട് ആർനെ സ്ലോട്ട് റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നു. പിന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലോട്ടിൻ്റെ ഒരു ഫസ്റ്റ് ചോയ്സ് പ്ലെയറാണ് എന്താണെങ്കിലും ഫ്ലോറിയാൻ വിറ്റ്സ് ആ ഒരു മിഡ്ഫീൽഡിൽ. കാരണം 100 മില്യന് മുകളിൽ കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു പ്ലെയറിനെ വേണം എന്ന് ആർനെ സ്ലോട്ട് വാശി പിടിക്കുമ്പം എന്താണേലും ഈ ഫ്ലോറിയാൻ വിറ്റ്സ് എന്ന് പറയുന്ന പ്ലെയർ ആർനെ സ്ലോട്ടിൻ്റെ പ്രിഫറൻസ് ലിസ്റ്റിൽ അത്രയും മുകളിലുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ ഈ ഫ്ലോറിയാൻ വിറ്റ്സ് ആ ഒരു മിഡ്ഫീൽഡിലോട്ട് വരുമ്പോഴത്തേനും ഫുൾ ബാലൻസ് തെറ്റി മിഡ്ഫീൽഡിൻ്റെ തെറ്റുന്നുണ്ട്. അപ്പോൾ ഇവർ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ മുന്നോട്ട് ബുദ്ധിമുട്ടുന്നത് കൊണ്ട് തന്നെ ഫ്ലോറിയാൻ വിറ്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു, ബോൾ റിസീവ് ചെയ്യാനും പ്രോഗ്രസ് ചെയ്യാനും ഒക്കെ. അപ്പോൾ അത് ശരിക്കും ഫ്ലോറിയാൻ വിറ്റ്സിൻ്റെ ഗെയിമിനെ ആ ഒരു ഫൈനൽ തേർഡിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്.
പിന്നെ ആ ഒരു അറ്റാക്കിംഗ് പ്ലെയേഴ്സ്, ലിവർപൂളിൻ്റെ അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഗാക്പോ ആയാലും സല ആയാലും അതുപോലെ തന്നെ ഇസാക്ക്, ഇവരൊന്നും ഗോളുകൾ സ്കോർ ചെയ്യുന്നില്ല. അപ്പം ഗാക്പോ ആണെങ്കിലും മുഹമ്മദ് സല ആണെങ്കിലും ഇവർ രണ്ടുപേരും 2 ഗോളുകൾ വെച്ച ഈ സീസണിൽ ഇതുവരെ പ്രീമിയർ ലീഗിൽ സ്കോർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ യുണൈറ്റഡിനെ കാണുമ്പം ചോര തിളയ്ക്കുന്ന 2 ആൾക്കാരാണ് മുഹമ്മദ് സല അതുപോലെ തന്നെ ഗാക്പോ എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വേണം. പിന്നെ അലക്സാണ്ടർ ഇസാക്ക് ഇതുവരെയായിട്ടും ആ ഒരു ടീമിൽ ഫിറ്റിനായിട്ടില്ല. ഒരു മുഴച്ച് നിൽക്കുന്ന ഒരു സംഭവം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ മാച്ചിൽ ചെൽസിക്കെതിരെയുള്ള മാച്ചിൽ പുള്ളിക്ക് ആകപ്പാടെ 3 ടച്ചസ് ആണ് ആ ഒരു ഫൈനൽ തേർഡിൽ, അല്ലെങ്കിൽ ആ ഒരു ബോക്സിനുള്ളിൽ 3 ടച്ചസ് ആണ് ഇസാക്കിന് ഉള്ളത്. അപ്പോൾ ഇസാക്ക് ശരിക്കും ഒരു എന്നാ പറയുന്ന ഒരു ടീമിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ഫിഗർ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാച്ചിൽ എനിക്ക് തോന്നുന്നു എക്റ്റിക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിവർപൂൾ ടീം അവർ ആ ഒരു കഴിഞ്ഞ സീസണിലൊക്കെ കാണിച്ച പോലെ ആ ഒരു ഓഫ് ദ ബോൾ അവരുടെ ആ ഒരു വർക്ക് റേറ്റ്, അഗ്രഷൻ, പ്രസ്സിങ് ഇതൊന്നും ഈ സീസണിൽ കാണുന്നില്ല. അതുപോലെ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്നില്ല. ആ ഫ്രണ്ട് ത്രീയെ തന്നെ നോക്കിയാൽ ഇസാക്ക് ഇപ്പം ലൂയിസ് ഡിയാസും അതുപോലെ തന്നെ ഡൊമിനിക് സൊബോസ്ലോയും കൂടെ ഒക്കെ കഴിഞ്ഞ സീസണിൽ നടത്തിയ ആ ഒരു മാരക പ്രസ്സിങ് ആ രീതിയിൽ പ്രസ് ചെയ്യുന്നില്ല ശരിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിഷന് അവർക്കെതിരെ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ കുറേ കൂടെ എളുപ്പമാക്കുന്നുണ്ട്. പിന്നെ അവരുടെ മിഡ്ഫീൽഡ് ശ്രദ്ധിച്ചാൽ അവിടെ ആ ഒരു എന്നാ പറയുന്നത്, എപ്പോഴും ഓപ്പോസിഷൻ അവരുടെ മിഡ്ഫീൽഡിൽ ആ ഒരു ഓവർലോഡ് ക്രിയേറ്റ് ചെയ്ത് ത്രൂ ദ മിഡിൽ ലിവർപൂളിൻ്റെ ഒത്ത നടുക്കൂടെ ബോൾ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിൽ ആ ഒരു കൈസീഡോടെ ഗോളിൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ ആ ഒരു ചെൽസി ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. എൻസോ ആ ഒരു റണ്ണൊക്കെ മേക്ക് ചെയ്ത് ഗ്രാവൻബർച്ചിനെ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കുന്നു. അങ്ങനെ 2v1 ഒരു സിറ്റുവേഷൻ വരുത്തുന്നുണ്ട് നമ്മുടെ കൈസീഡോയും അതുപോലെ തന്നെ മാലോഗുസ്തോ വേഴ്സസ് മക്കലിസ്റ്റർ. അങ്ങനത്തെ ആ ഒരു 2v1 വരുത്തുന്നു, പെട്ടെന്ന് പറ്റിച്ച് മക്കലിസ്റ്ററിനെ വെട്ടിച്ച് മുന്നോട്ട് പോയിട്ട് കൈസീഡോ പോയി ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ ആ സമയത്ത് നിങ്ങൾ നോക്കിയാൽ അവരുടെ റെസ്റ്റ് ഡിഫൻസ് ആണെങ്കിലും മോശം, ഈ മിഡ്ഫീൽഡും അതുപോലെ തന്നെ ഡിഫൻസിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഡിസ്റ്റൻസ്. അത് കാരണം കൈസഡോയ്ക്ക് ബോൾ മര്യാദയ്ക്ക് പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റി, അവിടുന്ന് ഷോട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ അവരുടെ ഡിഫൻഡേഴ്സ് ഒന്നും അഗ്രസീവായിട്ട് മുന്നോട്ട് വന്നിട്ട് ഡിഫെൻഡ് ചെയ്യുന്നില്ല, ആ ഒരു സ്പേസസിനെ കവർ ചെയ്ത് കോമ്പാക്ട്നെസ് കാണിക്കുന്നില്ല. ത്രൂ ഔട്ട് ദ പിച്ച് നിങ്ങൾ മാച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ പിച്ച് ലിവർപൂളിൻ്റെ ടീമിനെ നോക്കിയാൽ അവിടെ എവിടെയും സ്പേസസ് ആണ്. അവർ കോമ്പാക്ട്നെസ് എന്ന് പറയുന്ന സാധനമില്ല. അത് ഞാൻ എപ്പോഴും സ്ലോട്ടിൻ്റെ മണ്ടയ്ക്കാണ് അങ്ങനത്തെ കാര്യങ്ങൾ. അത് സ്ലോട്ടിൻ്റെ ടാക്ടിക്സിലൂടെ സ്ലോട്ട് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനത്തെ സ്പേസസ് ഒന്നും വിടാതെ കറക്റ്റായിട്ട് കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുക, ആ ഒരു റെസ്റ്റ് ഡിഫൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ സ്ലോട്ടിൻ്റെ ഭാഗത്തും എന്നെ സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങളുണ്ട്. പുള്ളിയുടെ ഡിസിഷൻ മേക്കിംഗ് ആയാലും പുള്ളിയുടെ ടാക്ടിക്സ് ഒക്കെ ആണല്ലോ. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യം നോക്കിയാൽ നമ്മൾ ഈ ഒരു എന്നാ പറയുന്നത്, കൊണോർ ബ്രാഡ്ലി ശരിയാണ് ഈ ഒരു സീസണിൽ മോശമാണ്. ട്രെൻഡ് അവിടെ നിന്ന് പോയി പുള്ളി ആ ഒരു ഫസ്റ്റ് ചോയ്സ് ആയപ്പോൾ മുതൽ ശരിക്കും കൊണോർ ബ്രാഡ്ലി ആ ഒരു ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക് പോലെ പുള്ളി കളിക്കുന്നില്ല. മിസ്റ്റേക്സ് വരുത്തുന്നു, കാർഡ് മേടിക്കുന്നു. അതുകൊണ്ട് തന്നെ സൊബോസ്ലോയെ പലപ്പോഴും മിഡ്ഫീൽഡിൽ നിന്ന് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ആ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ഓപ്ഷൻ, അപ്പം സൊബോസ്ലോയെ അവിടെ വലിച്ചു കഴിഞ്ഞാൽ മിഡ്ഫീൽഡിന് അത് ഭയങ്കരമായിട്ട് ക്ഷീണമാണ്. അതുകൊണ്ട് റൈറ്റ് ബാക്കായിട്ട് വേണമെങ്കിൽ ജോ ഗോമസ് കണക്കത്തെ പ്ലെയേഴ്സ് അവിടെ ബെഞ്ചിൽ ഇരിപ്പുണ്ട്, അവനെ വേണമെങ്കിൽ കളിപ്പിക്കരുത്. അങ്ങനത്തെ ഡിസിഷൻ മേക്കിങ് ഭയങ്കര മോശമാണ്. അത് മാത്രമല്ല ആ ഒരു റൈറ്റ് ബാക്ക് എന്ന് പറയുന്ന ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ ട്രെൻഡ് പോയപ്പം മര്യാദയ്ക്ക് ലിവർപൂൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അവരെന്ത് കണ്ടിട്ട് ഫ്രിംഗ്ബോങ്ങിനെ മേടിച്ചു എന്ന് എനിക്കറിയത്തില്ല. കാരണം ഫ്രിംഗ്ബോങ് എന്ന് പറയുന്ന പ്ലെയർ ഒരു വിങ് ബാക്കാണ്. ഇപ്പോൾ ആ ഒരു നമ്മുടെ അമോറിമൊക്കെ കളിക്കുന്ന അങ്ങനത്തെ സിസ്റ്റത്തിൽ വിങ് ബാക്കായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ഫിസിക്കാലിറ്റിയുടെ കാര്യത്തിലും പുള്ളി മോശം. ഫ്രിംഗ്ബോങ്, അതുകൊണ്ട് തന്നെ ഫ്രിംഗ്ബോങ്ങിൽ ആ ഒരു ട്രസ്റ്റ് സ്ലോട്ടിനില്ല റൈറ്റ് ബാക്കായിട്ട് കളിക്കാൻ വേണ്ടി. അപ്പം ഫ്രിംഗ്ബോങ്ങിനെ യൂസ് ചെയ്യുന്നത് കൂടുതലും പല മാച്ചസിൽ, ഗാലറ്റാസാറ മാച്ചിലില്ലായിരുന്നു, നമ്മുടെ സലാടെ ഒരു ബാക്കപ്പായിട്ടാണ് പുള്ളി യൂസ് ചെയ്യുന്നത്, ആ ഒരു റൈറ്റ് വിങ്ങറായിട്ട്. അതിലും പുള്ളിക്ക് പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഫ്രിംഗ്ബോങ്ങിൻ്റെ സൈനിങ്ങിൻ്റെ പുറകിലുള്ള ചേതോവികാരം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഇപ്പം ഇങ്ങനത്തെ വേണ്ടാത്ത സൈനിങ്ങുകൾ സാധാരണ ലിവർപൂൾ ചെയ്യാറില്ല. ഇത് ശരിക്കും കൂടുതൽ യുണൈറ്റഡിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അതൊരു മിസ്റ്റേക്കാണ്. അത് സ്ലോട്ടിൻ്റെ ഭാഗത്തുനിന്നും അവരുടെ റിക്രൂട്ട്മെൻറ്റ് ടീമിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത്
അവരുടെ ആ ഒരു ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന മിലോസ് കെർക്കസിനെ നമ്മൾ നോക്കിയാൽ ഇവർ ഓൺ ദ ബോൾ ഇവർ അറ്റാക്കിൽ ഓവർലോഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയങ്ങളൊക്കെ ഒരു ബാക്ക് ത്രീ ഫോം ചെയ്യുന്നുണ്ട് ലിവർപൂൾ. ബാക്ക് ത്രീ ഫോം ചെയ്യുന്ന സമയത്തൊക്കെ കെർക്കസിനെ ആ ഒരു തേർഡ് ബാക്കായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കെർക്കസിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് പുള്ളി ആ ഒരു ബോൾ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോയി ഓവർലാപ്പിംഗ് അണ്ടർലാപ്പിംഗ് റൺസ് ക്രോസ് അപ്പം അങ്ങനെ ആ ഒരു അറ്റാക്കിലാണ് പുള്ളിയുടെ എന്നാ പറയുന്നത് പുള്ളിയുടെ ഒരു എന്നാ പറയുന്നത് സ്ട്രോങ് പോയിന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനത്തെ ഈ ഒരു ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിലല്ല. ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാനാണെങ്കിൽ ആൻഡി റോബർട്ട്സൺ മോണത്തെ കളിക്കാരനുണ്ട്. ഇപ്പം ഇതൊക്കെ ശരിക്കും സ്ലോട്ടിൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളാണ്. ഈ മാച്ച് എങ്ങാനും തോക്കുകയോ സമനിലയാകുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്ലോട്ടിൻ്റെ മണ്ടയ്ക്കുള്ള ക്വസ്റ്റ്യൻ മാർക്കുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതിനുള്ള ഉത്തരങ്ങൾ സ്ലോട്ട് കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ സ്ലോട്ടിൻ്റെ ഭാഗത്ത് എന്നെ സംബന്ധിച്ച് ടാക്ടിക്കലി ആണെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പുള്ളിയുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഈ ഒരു മാച്ചിൽ അവരെ എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് കൂടുതലും ലോങ് ബോൾസ് കളിക്കാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ടുണ്ട്. കാരണം ആർനെ സ്ലോട്ട് പ്രസ് കോൺഫറൻസിലും പറഞ്ഞൊരു കാര്യമാണ് ലിവർപൂൾ ആ ഒരു ലോങ് ബോളിന് എതിരെ ശരിക്കും ലിവർപൂൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഓപ്പോസിഷൻ കൂടുതലും ലോങ് ബോൾസ് ലിവർപൂളിനെതിരെ കളിക്കുന്നുണ്ടെന്ന് ആർനെ സ്ലോട്ട് വ്യക്തമായിട്ട് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ലിവർപൂൾ അല്ലെങ്കിൽ യുണൈറ്റഡ് കഴിഞ്ഞ സണ്ടർലൻഡുമായിട്ടുള്ള മാച്ച് ലാമൻസ് സ്റ്റാർട്ട് ചെയ്ത മാച്ച് നോക്കിയാൽ പുള്ളി തുരെ ലോങ് ബോൾസ് കളിക്കുന്നുണ്ട്. സെസ്കോ എംബുമോ ഒക്കെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവർ ആ ഒരു ഫസ്റ്റ് ബോൾ വിജയിച്ചില്ലെങ്കിലും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് ബോൾ തേർഡ് ബോൾ എങ്ങനെയും വിൻ ചെയ്ത് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള അറ്റാക്സ് കൂടുതൽ യുണൈറ്റഡ് നടത്താൻ വേണ്ടി ശ്രമിക്കും. പിന്നെ നമ്മൾ യുണൈറ്റഡിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് അറ്റാക്കിംഗ് വൈസ് നമ്മൾ ബോൾ ക്യാരിങ് അറ്റാക്സ് ക്രോസസിൻ്റെ കാര്യത്തിലും ക്രോസസ് അല്ലെങ്കിൽ ഷോട്ട്സ് അറ്റംപ്റ്റഡ് ഒക്കെ നോക്കിയാൽ കൂടുതൽ നമ്മൾ ആ ഒരു യുണൈറ്റഡിൻ്റെ റൈറ്റ് സൈഡ് വഴിയാണ് കൂടുതൽ അറ്റാക്സും വരാൻ വേണ്ടി പോകുന്നത്. ആ ഒരു എംബ്യൂമോ അതുപോലെ തന്നെ അമാദ് ഡിയാലോ അതാണ് നമ്മുടെ സ്ട്രോങ് സൈഡ്. ഡിഫെൻസീവ്ലി എനിക്ക് തോന്നുന്നു ലിവർപൂളിൻ്റെ ഡിഫെൻസീവ്ലി സ്ട്രോങ്ങർ സൈഡ് അത് തന്നെയാണ്. ആ ഒരു ലിവർപൂളിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. ഇപ്പം നമ്മൾ അവരുടെ റൈറ്റ് സൈഡ് ലിവർപൂളിൻ്റെ റൈറ്റ് സൈഡ് ആ ഒരു കൊണോർ ബ്രാഡ്ലി അതുപോലെ തന്നെ കൊണാട്ടെ ഇവർ രണ്ടുപേരും നയിക്കുന്ന ആ ഒരു ലിവർപൂളിൻ്റെ റൈറ്റ് സൈഡ് ശരിക്കും പറഞ്ഞാൽ ഡിഫെൻസീവ്ലി കുറച്ച് ഷെയ്ക്കിയാണ്. പക്ഷെ നമുക്ക് അവിടുന്ന് പ്രോപ്പറായിട്ട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു വിങ് ബാക്കും കൂടെ വേണം. ഡലോ ആണെങ്കിലും അതുപോലെ തന്നെ ഡോർഗു ആണെങ്കിലും രണ്ടുപേരും അറ്റാക്കിംഗ് വൈസും ഡിഫെൻസീവ്ലി ആണെങ്കിലും മോശമാണ്. രണ്ടുപേരുടെയും ഗെയിം തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡ് നമ്മൾ അറ്റാക്കിംഗ് വൈസ് കുറച്ച് വീക്കറാണ്. പിന്നെ ഓഫ് ദ ബോൾ നമ്മൾ ഒത്തിരി ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്ത് പ്രഷർ സോക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ടാക്ടിക്സ് ആൻഫീൽഡിൽ പോയി ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ചുകൂടെ ഒരു മിഡ് ബ്ലോക്ക് കളിക്കുക, 4-4-2 അല്ലെങ്കിൽ 5-3-2 അപ് ടോപ്പ് 2 ടാർഗറ്റ് മാൻ സെസ്കോ അതുപോലെ തന്നെ എംബ്യൂമോ ഈ രീതിയിൽ ആണ് കഴിഞ്ഞ മാച്ചിൽ 5-3-2 ഒക്കെ നമ്മൾ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മിഡ് ബ്ലോക്ക് 5-3-2 മിഡ് ബ്ലോക്ക് അല്ലെങ്കിൽ 4-4-2 മിഡ് ബ്ലോക്ക് കളിക്കാനുള്ള ശ്രമം നടത്തുക, നല്ല രീതിയിൽ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുക, നമ്മളെ എന്നാ പറയുന്നത് നമ്മുടെ ഇടയിലൂടെ ആ ഒരു പാസ് കളിച്ച് മുന്നോട്ട് പോകാൻ അവരെ സമ്മതിക്കാതിരിക്കുക. അപ്പം നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്യുക, മാക്സിമം കോമ്പാക്റ്റ് ആകുക, ബോൾ വിൻ ചെയ്ത് പെട്ടെന്ന് കൗണ്ടറിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുക. അവർ ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ മുന്നേ പറയുന്ന പോലെ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുക, ബോൾ വിൻ ചെയ്യുക, ഹൈ ടേണോവേഴ്സ് വഴി അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് ഉള്ള അഗ്രസീവായിട്ടുള്ള ഒരു ഗെയിമാണ് ഞാൻ യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്ന് ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല യുണൈറ്റഡ് കളി തുടങ്ങി ആ ഒരു ആർസണലുമായിട്ടൊക്കെ കളിച്ച പോലെ തന്നെ അഗ്രസീവായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് ഗോൾ ആദ്യം ലിവർപൂളിനെതിരെ അടിക്കാൻ വേണ്ടി ശ്രമിക്കണം. ലിവർപൂളിനെതിരെ എപ്പോഴൊക്കെ ഗോളുകൾ സ്കോർ ചെയ്യുന്നു ആ സമയത്തൊക്കെ ലിവർപൂളിൻ്റെ ആ ഒരു എന്നാ പറയുന്നത് ആ ഒരു കൺട്രോൾ ഇപ്പം ഗെയിം കൺട്രോൾ ചെയ്ത് കളിക്കാനുള്ള അവരുടെ ഒരു കൺട്രോൾ ചെയ്ത് കളിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിൽ നിന്ന് അവർക്ക് മാറി കുറേ കൂടെ അഗ്രസീവായിട്ട് കളിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് അവരെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗോളെ ഏറ്റവും ആദ്യം അടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലിവർപൂൾ ബാക്ക് ഫുട്ടിലാവും. അവർക്ക് അവരുടെ നാച്ചുറൽ ഗെയിമിൽ നിന്ന് വിട്ട് അവർ കുറേ കൂടെ അഗ്രസീവായിട്ട് കളിക്കാൻ തുടങ്ങും. നമുക്ക് കുറച്ചുകൂടെ സ്പേസസ് ഒക്കെ ഓപ്പൺ അപ്പായി നമുക്ക് തിരിച്ച് അറ്റാക്സ് നടത്താനുള്ള അവസരങ്ങൾ കൂടും. അതല്ലാതെ ഇപ്പോൾ ലിവർപൂൾ ആദ്യം ഗോൾ സ്കോർ ചെയ്തെങ്കിൽ അവർ പൊസഷൻ ഡോമിനേറ്റ് ചെയ്ത് ഗെയിം കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പം രണ്ട് ടീമുകളെ നമ്മൾ നോക്കിയാൽ ഇപ്പം യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ ഇഞ്ചുറി ഇഷ്യൂസ് എന്ന് പറയുന്നത് ആ പടം നമുക്ക് ലിസാൻഡ്രോ മാർട്ടിനസ് അതുപോലെ തന്നെ മസ്രാവി ഈ രണ്ട് പ്ലെയേഴ്സ് കാണത്തില്ല. ബാക്കി ഇപ്പം ബ്രൂണോ ആണെങ്കിലും മത്തേസ് കുണിയ ആണെങ്കിലും അതുപോലെ തന്നെ ഡിയേഗോ ഡലോ
അപ്പോൾ അങ്ങനത്തെ കുറേ അങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ട്രെയിനിങ്ങിൽ കസമീറോ, അതുപോലെ തന്നെ കസമീറോ, ഇവരൊന്നും ട്രെയിനിങ്ങിൽ ഫസ്റ്റ് ട്രെയിനിങ്ങിൽ ആ ഒരു ഇൻ്റർനാഷണൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ട്രെയിനിങ്ങിൽ ഇവരൊന്നും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അതിലൊക്കെ മീഡിയാസൊക്കെ പല ഡൗട്ട്സും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് അവർക്ക് ഒരു റെസ്റ്റ് കൊടുത്തതാണ്. അവരാരും ഇഞ്ചോർഡ് അല്ല, ഒരു പ്രശ്നവുമില്ല, ഇവരൊക്കെ അവൈലബിൾ ആണ് എന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലിവർപൂളിൻ്റെ സൈഡ് നോക്കിയാൽ ലിവർപൂളിൻ്റെ സൈഡിൽ ഇപ്പോൾ കൊണാട്ടെ ഫ്രഞ്ച് ടീമിൽ നിന്ന് അവനെ പറഞ്ഞ് തിരിച്ചു വിട്ടു, ഫിറ്റല്ല, അതുപോലെ തിരിച്ചു വിട്ടു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് ആർനെ സ്ലോട്ട് പറയുന്നത്. അപ്പോൾ അവൻ കളിക്കും എന്നുള്ള രീതിയിലാണ് ആർനെ സ്ലോട്ട് പറയുന്നത്. അതുപോലെ ഗ്രാവൻബർച്ചിൻ്റെ കാര്യത്തിലാണ് ഡൗട്ട് ഉണ്ടായിരുന്നത്. ഗ്രാവൻബർച്ചിൻ്റെ കാര്യത്തിൽ എന്താണെങ്കിലും ഗ്രാവൻബർച്ച് ഇപ്പോൾ കാരണം കൊണാട്ടെ കളിച്ചില്ലെങ്കിലും ഗ്രാവൻബർച്ച് എന്താണെങ്കിലും കളിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഗ്രാവൻബർച്ച് എന്ന് പറയുന്നത് അവരുടെ ഭയങ്കര തുറുപ്പ് ചീട്ടാണ് മിഡ്ഫീൽഡിൽ. ഗ്രാവൻബർച്ച് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ലിവർപൂൾ സ്ട്രഗിൾ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഗ്രാവൻബർച്ചിനെ അവർ കളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ഗോൾ കീപ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം, അലിസൺ പുറത്താണ് എന്നുള്ളതാണ് ലിവർപൂളിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു ഇഞ്ചുറി വാർത്തകൾ. പിന്നെ നമ്മൾ രണ്ട് ടീമിനെ ശ്രദ്ധിച്ചാലും എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ലിവർപൂളിൻ്റെ ഭാഗത്തു നിന്ന് അവർക്കൊരു ചേഞ്ച് എന്ന് പറയുന്നത് മിക്കവാറും അലക്സാണ്ടർ ഇസാക്കിനെ മാറ്റിയിട്ട് എക്കിറ്റിക്ക് ആ ഒരു നമ്പർ 9 ആയിട്ട് കളിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കോഡി ഗാക്പോ അതുപോലെ തന്നെ സല, ഇവരെ രണ്ടുപേരെ മാറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ രണ്ടുപേരും മരിച്ച് യുണൈറ്റഡിനെതിരെ കളിക്കുകയും ഇഷ്ടംപോലെ ഗോളുകൾ സ്കോർ ചെയ്യുകയും ചെയ്യുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ അവർക്ക് ഫോമിൽ വരാനുള്ള ഒരു മാക്സിമം അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ ഉള്ള ഗെയിമാണ് യുണൈറ്റഡിനെതിരെയുള്ള മത്സരം. പിന്നെ ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ കൊണാട്ടയാണ്. ശരിക്കും കൊണാട്ടെ മാച്ചിൽ അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ്, ആ ഒരു 2-3 ട്രെയിനിങ് കഴിയുമ്പോഴത്തേനും അവർക്ക് ഒന്നുകൂടെ അസസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് എല്ലാം കഴിയുമ്പോഴത്തേനും കൊണാട്ടെ കളിപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ് അവർക്ക് തോന്നുന്നെങ്കിൽ ജോ ഗോമസ് ആ ഒരു പ്ലേസിൽ വരും. ബാക്കി ചെൽസിക്കെതിരെ കളിച്ച അതേ ടീം ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ യുണൈറ്റഡിൻ്റെ മാച്ച് നോക്കിയാൽ, യുണൈറ്റഡിൻ്റെ ടീം നോക്കിയാൽ, യുണൈറ്റഡിൻ്റെ ടീമിൽ ആകപ്പാടുള്ള ഒരു വീക്കർ ലിങ്ക്, ആ ഒരു സണ്ടർലാൻഡിനെതിരെയുള്ള മത്സരത്തിലെ വീക്കർ ലിങ്ക് എന്ന് പറയുന്നത് ഡിയേഗോ ഡലോ ആണ്. ഡിയേഗോ ഡലോയെ മാറ്റിയാൽ ആരെ കൊണ്ടുവരും? ഡോർഗുവിനെ കൊണ്ടുവരേണ്ടി വരും. ഡോർഗുവും ഡിയേഗോ ഡലോയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡലോ കളിച്ചോട്ടെ, കുറച്ച് ത്രോയെങ്കിലും അവൻ വലിച്ചെറിയുമല്ലോ. അപ്പോൾ സെറ്റ് പീസിലൊക്കെ കുറച്ച് അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ക്രോസിലൊക്കെ കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്യുന്ന ടീമാണ് ഡിഫെൻസീവ്ലി ലിവർപൂൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആ ഒരു മത്സരത്തിൽ സണ്ടർലാൻഡിനെതിരെ കളിച്ച അതേ ടീം ഇറങ്ങും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. നമുക്കിപ്പോൾ ആഗ്രഹം എന്ന് പറയുന്നത് കോയുവിനും ഒക്കെ മിഡ്ഫീൽഡിൽ വരണമെന്നുണ്ട്, പക്ഷേ നടക്കത്തില്ല. ഈ രീതിയിലൊക്കെ നടക്കത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ശരിക്കും മാച്ചിൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്, എനിക്ക് പ്രഡിക്ഷൻ ഞാൻ സാധാരണ പ്രിവ്യൂവിൽ ഒന്നും ചെയ്യാറില്ല. എനിക്ക് യുണൈറ്റഡ് ജയിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും നമ്മളൊരു ഡ്രോ ആൻഫീൽഡിൽ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത് ജയത്തിന് തുല്യമാണ്. ലിവർപൂളിൻ്റെ ഡ്രോ എന്ന് പറയുന്ന സാധനം ലിവർപൂളിന് ഭയങ്കര പ്രശ്നങ്ങൾ ലിവർപൂളിൻ്റെ ക്ലബിൽ അല്ലെങ്കിൽ ആ ഒരു ടീമിലെ പ്ലെയേഴ്സിൻ്റെ അഗൻസ്റ്റായിട്ട്, സ്ലോട്ടിൻ്റെ അഗൻസ്റ്റായിട്ടൊക്കെ ഒത്തിരി ക്രിറ്റിസിസവും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ അവർക്ക് ജയത്തിൽ കുറഞ്ഞുള്ള ഒരു പരിപാടി ലിവർപൂളിന് പറ്റത്തില്ല. നമുക്ക് പക്ഷേ സമനില എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി, ഞാൻ പോസിറ്റിവിറ്റി വാരി വിതറാൻ പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഞാൻ ശരിക്കും പ്രഡിക്ഷൻ ഒന്നും നടത്തുന്നില്ല. ഞാൻ എൻ്റെ ഒരു സെനാരിയോയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടണം. മറ്റൊരു നല്ല വീഡിയോ ഇടണം.